സർവാധിപ വിറ്റായിട്ട് പോവട്ടെ ഇങ്ങനെയുള്ള നാടകക്കാര് പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. പാന്റ് ഷർട്ട് കഴിച്ചിട്ട് അവ സേല വാങ്ങി കെട്ടിക്കടാ. വീട്ടില് ഞാൻ പറഞ്ഞു വീട്ടിൽ അവിടെ ഇല്ല. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. അനുമോളിനെ മാത്രമായിട്ടാണ് ഇങ്ങനെ പാമ്പർ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഷോ എന്നൊക്കെ പറ്റിയത്. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഒരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ഇവളെ എവിക്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പോയില്ല നീ പോവൂ. ഞാൻ പോയിക്കോളാം. വാക്കാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എടാ റീത്ത് വേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷനാ. വേറെന്താ? ഓക്കെ, ഒരു ആംബുലൻസ് പറയണം. തന്റെ ഇടം കാണിച്ച് പറയുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, അതൊക്കെ ചെയ്യും. മനസ്സിലായോ? ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവൻ ഇവിടെ നോടും. അതൊക്കെ ചെയ്യാ. അവൻ ഈ നാട്ടിൽ നിന്ന് വാലും പൊക്കി ഓടും. ഞാൻ കാണിച്ചുതരാം, വരിക. നിവിൻ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? എന്താണ് ബന്ധം? വേറൊന്നല്ല ബിഗ് வந்து இப்ப நான் என்ன உங்கள்ட்ட சொல்றது? തീരുമാനമെങ്കിൽ തുറന്നു തരുന്നതാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഊമ്പി 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 പോയി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഞാൻ പോകും. നീ പകപോക്കാണല്ലേടാ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവേ വേണം, അത്രേ ഉള്ളൂ. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു സംശയം. അവന്റെ കാര്യം പറഞ്ഞു നിന്റെ അടുത്ത് ഒരു മനുഷ്യൻ സംസാരിച്ചാണ് ഞാൻ സംസാരിക്കുന്നു. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി.